ശരിയാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വലിയ മതിലൊക്കെ കെട്ടി അപ്പുറത്ത് എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിൽ എന്താ നടക്കുന്നത്, ആരെങ്കിലും മരണപ്പെട്ടതാണോ അല്ല എന്തെങ്കിലും വിശേഷങ്ങളാണോ, ഒന്നും ആർക്കും അറിയില്ല. ഞാനിന്നൊരു സംഭവം ഇങ്ങനെ ചോദിച്ചു, എന്താണ് അവിടെ ഒച്ചമുളിയൊക്കെ കേൾക്കുന്നത്, എന്താണ് അവിടെ സംഭവം എന്ന്. അപ്പൊ അറിയില്ല, എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സംഭവം? അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും കൂടെ ഉള്ള വ്യത്യാസമാണ്. സത്യമാണ്. പ്രവാസ ലോകത്തൊക്കെ അങ്ങനെയാണ്. വലിയ മതിലൊക്കെ കെട്ടി അപ്പുറത്തും ഇപ്പുറത്തും എന്താ നടക്കണെന്നുള്ള. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ മരണപ്പെട്ടാൽ പോലും ഒരാള് എന്താണെന്ന് അറിയില്ല. ചിലപ്പോ അറിയും, ചിലപ്പോ അറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരോട് ചോദിക്കും, അവിടെ എന്താണ് പ്രശ്നം, അവിടെ എന്താണ് സംഭവം, അത്രയും ആൾക്കാരൊക്കെ കാണുന്നത്. ആ ഒരു സ്ഥിതി നമ്മളെ നാട്ടിലും എത്തി തുടങ്ങി. എന്താണ് അപ്പുറത്ത് നടക്കുന്നത്, അയൽവാസിയിൽ എന്താ നടക്കുന്നത്, അവിടെ എന്താണ് സംഭവം എന്നുള്ളത് ആർക്കും അറിയാത്ത രൂപത്തിലായി. എന്താ പറയാ, അപ്പുറത്തേക്ക് കാണാത്ത രൂപത്തിലുള്ള മതിലും കാര്യങ്ങളൊക്കെ വന്ന്. പക്ഷെ ഇതൊക്കെ ആയാലും അവിടെ ഇപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, അവിടെ എന്ത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ അവരെ ഫേസ്ബുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ വാട്സപ്പ്, ഇതിലൊക്കെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. അപ്പൊ വീട്ടിൽ പോയി തെരഞ്ഞ് അവരോട് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പൊ അവിടെ പോയിട്ട് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോ ഒരു വർഷം ആവുന്നതിന് മുന്നേ തന്നെ ഒരു വിശേഷം ആയതാണെങ്കിലും അത് അവിടെ ചോദിച്ചാൽ മതി. ജനങ്ങൾ മുഴുവനും അവിടെ അറിയും. എന്താല്ലേ കാലം പോയൊരു കോലേ. ഇതൊക്കെ പറയുമ്പോ പറയും നമ്മളാണ് കുറ്റക്കാരെന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇങ്ങനെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും? ഞങ്ങളെ അറിയിച്ചോളി. ഞാൻ പറഞ്ഞത് തെറ്റാണോ അതും അറിയിച്ചോളി. എന്തായാലും സ്നേഹബന്ധം ഒന്നല്ല ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത്. ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് ഫേമസ് ആണ്. അതെങ്ങനെയെങ്കിലും ഫേമസ് ആയാൽ മതി.